മരുന്നുകൾ കഴിക്കാത്തവരായി നമ്മിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. രോഗനിവാരണത്തിനും രോഗപ്രതിരോധത്തിനുമായി ഒട്ടേറെ മരുന്നുകൾ നാം ദിനംപ്രതി കഴിക്കുന്നുണ്ട്. എന്നാൽ അവയുടെ പാർശ്വഫലങ്ങളെക്കുറിച്ചും അവ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്നതിനെക്കുറിച്ചും നമ്മൾക്ക് അറിവുണ്ടോ? ഞാൻ ഡോക്ടർ ജോസ്നി ജോയ്, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമക്കോളജി, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, തൃശൂർ. നാം കഴിക്കുന്ന മരുന്നുകൾ നമ്മെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും രോഗപ്രതിരോധം നൽകുകയും ചെയ്യുന്നു. എന്നാൽ ചിലപ്പോഴെങ്കിലും ചില മരുന്നുകൾ നമുക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. പലർക്കും ഓക്കാനം, ഛർദി, ക്ഷീണം, വയറിറച്ചിൽ, തളർച്ച തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ മരുന്ന് കഴിച്ചതിന് ശേഷം അനുഭവപ്പെടാറുണ്ട്. പല പാർശ്വഫലങ്ങൾ നിസ്സാരമായ ബുദ്ധിമുട്ടുകൾ മാത്രമേ നമുക്കുണ്ടാക്കുന്നുള്ളൂ. പക്ഷേ ചിലത് അതീവ ശ്രദ്ധ ആവശ്യമുള്ളവയാണ്. ചില പാർശ്വഫലങ്ങൾ മരണകാരണമാകുവാനും സാധ്യതയുണ്ട്. രോഗിക്ക് ഒരു മരുന്നിനോട് അലർജി ഉണ്ടായാൽ ആ രോഗിക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും ആ മരുന്നിനെ സംബന്ധിക്കുന്ന ഒരു ഡ്രഗ് അലേർട്ട് കാർഡ് നമ്മൾ കൊടുക്കുന്നതാണ്. ആ ഡ്രഗ് അലേർട്ട് കാർഡ് രോഗി എപ്പോഴും കയ്യിൽ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് ഫാർമക്കോവിജിലൻസ്? നാം കഴിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് അവയെ പഠിച്ച് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഫാർമക്കോവിജിലൻസ്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഫാർമക്കോവിജിലൻസിന്റെ ഭാഗമായി നടന്നു വരുന്നു. മരുന്നുകളെക്കുറിച്ചുള്ള പാർശ്വഫലങ്ങൾ കൃത്യമായി ശേഖരിക്കുക, അവയെ കൃത്യമായ രീതിയിൽ ക്രോഡീകരിക്കുക, അവയെ പറ്റിയുള്ള വിവരങ്ങൾ കൃത്യമായി പഠിച്ച് അവയെ അപഗ്രഥിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുക എന്നത് ഇവയിൽ ചിലത് മാത്രമാണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമല്ല, സാധാരണക്കാർക്കും രോഗികൾക്കും തങ്ങൾക്കുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ ഫാർമക്കോവിജിലൻസിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിനായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ലഭ്യമാണ്. അതുകൂടാതെ QR കോഡ് സ്കാൻ ചെയ്യുന്നത് വഴിയും അവരുടെ ഓൺലൈൻ സൈറ്റ് വഴിയും മരുന്നുകളെക്കുറിച്ചുള്ള പാർശ്വഫലങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായി സാധിക്കും. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ മരുന്നുകൾ കഴിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പാർശ്വഫലങ്ങൾ അനുഭവപ്പെട്ടാൽ അവ ഒരിക്കലും അവഗണിക്കരുത്. ഓർമ്മിക്കൂ, സുരക്ഷിതമായ മരുന്നുകളാണ് ആരോഗ്യകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനം. നമുക്കെല്ലാവർക്കും ജാഗ്രത പുലർത്തുകയും മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും മരുന്ന് സുരക്ഷിതത്വത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്യാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.